നാടിന് വികസനം കൊണ്ടുവരൂ. അതെ 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 ജയിച്ച നല്ല ഭരണം കാഴ്ച വെക്കൂ. അതെ 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 അല്ല ഈ ഇലക്ഷന് അതെ 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 ചോദ്യം ചോദിച്ചു കഴിഞ്ഞില്ല. അതെ 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 എനിക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. തെലുങ്കാനയിൽ ഇലക്ഷൻ ടൈമിൽ മാത്രം ഇവിടെ വരുന്നവരൊക്കെ ഈ ഇൻഡസ്ട്രിക്ക് ഈ നാടിന് എന്ത് വികസനം കൊണ്ടുവരാനാണ്? പിന്നെ ഞാൻ ജയിച്ച വികസനം കൊണ്ടുവരുമെന്നറിയാൻ എൻ്റെ ഡിഫൻഡർ കാർ ചിഹ്നത്തിൽ കുത്തി എന്നെ ഒന്ന് ജയിപ്പിച്ച് നോക്ക്. എന്നെ ജയിപ്പിച്ച എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് എൻ്റെ സിനിമ ഫ്രീ ആയിട്ട് കാണാം. പിന്നെ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ വേണ്ടി ഇൻ്റർവ്യൂസും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചിഹ്നം മറക്കണ്ട, പടക്കം. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഞാനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. എൻ്റെ ഭരണം ഒരു പ്രൊപ്പഗാണ്ട ആയിരിക്കുമെന്ന് പലരും ഇവിടെ പറയാറുണ്ട്. അത് ഞാൻ കാര്യമാക്കാറില്ല, കാരണം ഞാനത് പണ്ട് മുതലേ കേൾക്കാറുള്ളതാണ്. പക്ഷെ ഞാൻ ജയിക്കുവാണെങ്കിൽ എല്ലാവർക്കും ജിമ്മി ഫ്രീ എൻട്രി, കൂടാതെ എല്ലാ ആഴ്ചയിലും ഒരു ക്രിക്കറ്റ് മാച്ചും. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എന്നെ ജയിപ്പിക്കാൻ എനിക്കെൻ്റെ പിള്ളേരുണ്ടടാ. ഇവിടുത്തെ രീതികളൊന്നും ശരിയല്ല, എല്ലാം മാറണം. ഉദാഹരണത്തിന്, എന്താണ് ഇവിടുത്തെ ദേശീയ മൃഗം? കടുവ. ശരിക്കും കടുവയാണോ ദേശീയ മൃഗം ആവേണ്ടത്? ആനയല്ലേ ദേശീയ മൃഗം ആവേണ്ടത്? ഞാൻ ജയിക്കുവാണെങ്കിൽ ആനയെ ദേശീയ മൃഗമാക്കും. എൻ്റെ ചിഹ്നം മറക്കണ്ട, ചെണ്ട. അപ്പോൾ ഞാനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. എൻ്റെ ചിഹ്നം എല്ലാവർക്കും അറിയാമല്ലോ, മൈക്കാണ് എൻ്റെ ചിഹ്നം. ഞാൻ ജയിക്കുകയാണെങ്കിൽ ചെന്നൈയിലിപ്പോഴുള്ള വികസനം ഞാൻ ഇവിടെ കൊണ്ടുവരുന്നതായിരിക്കും. നോമിനേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നാണോ? ഞാനിവിടെ ഇപ്പോൾ ഹിമാലയത്തിൻ്റെ അടുത്ത് എവിടെയോ ആണ്. 2 വർഷം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വരുന്നുണ്ട് ഒരു സിനിമ ചെയ്യാൻ. അപ്പോൾ ഒന്ന് ഒപ്പിട്ട് തന്നാൽ മതിയോ? ഹലോ ഹലോ, എൻ്റെ എതിർ സ്ഥാനാർത്ഥി പറയുന്നതായിട്ട് ആനയാണ് ദേശീയ മൃഗമാകേണ്ടതെന്ന്. നല്ലതാ. ഇടഞ്ഞ മനുഷ്യനെ ചവിട്ടിക്കൊല്ലുന്ന ആനയാണോ ദേശീയ മൃഗമാകേണ്ടത്? ദേശീയ മൃഗമാകേണ്ടത് ഒരു സാധു ജീവിയല്ലേ, അത് ആടല്ലേ. ഞാൻ ജയിക്കുവാണെങ്കിൽ ആടിനെ ദേശീയ മൃഗമാകും. ചേട്ടാ, ആട് പോറില്ലെങ്കിലും ആടിനെ കാണാൻ പറ്റൂ. നിനക്കിത് എങ്ങനെയാടാ സാധിക്കുന്നത്? എന്നോട് വെട്ടി തൊൽവയെ പറ്റി നീങ്ക കവളപ്പെടുവാണോ? നീങ്ക എപ്പോൾ വളപ്പോര്. അന്തരിക്ക് നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത് ഈ നാട് ഭരിക്കുന്നവരോടാണ്. എന്താണ് ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥ? നമുക്കൊരു അത്യാവശ്യത്തിന് ഒരു 200 കിലോമീറ്റർ സ്പീഡിലൊന്ന് പോകണമെന്ന് വെച്ചാൽ ഇവിടുത്തെ ഏതെങ്കിലും റോഡിൽ പറ്റുമോ? അപ്പോൾ ഞാൻ ജയിക്കുകയാണെങ്കിൽ റോഡുകളെല്ലാം നന്നാക്കും, സ്പീഡ് ലിമിറ്റ് 300 ആക്കും. അപ്പോൾ എൻ്റെ ചിഹ്നം എല്ലാവർക്കും അറിയാമല്ലോ, പോർഷെ കാറാണ്. തൊട്ടടുത്ത് ഡിഫൻഡർ കാറിൽ ചിലർ മത്സരിക്കുന്നുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് കുത്തുക. ഇതുവരെ നിങ്ങൾ ജയിപ്പിച്ച ആളുകളൊക്കെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നോ? അപ്പം ഞാൻ ജയിക്കുവാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അപ്പോൾ നിങ്ങൾ എന്നെ ജയിപ്പിച്ച് ഞാൻ നിങ്ങളെ ഭരിക്കാനുള്ള അവസരം നിങ്ങൾ എനിക്ക് തരേണ്ട ആവശ്യമുണ്ടോ?